ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് 5000 ദിർഹമാക്കി ഉയർത്താനുള്ള യുഎയിലെ ബാങ്കുകളുടെ തീരുമാനം മരവിപ്പിച്ചു. ഇനിയൊരു മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ തീരുമാനം നടപ്പാക്കരുതെന്ന് വാണിജ്യ ബാങ്കുകൾക്ക് യുഎഇ സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. പ്രവാസികളടക്കമുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്നതാണ് യുഎഇ സെൻട്രൽ ബാങ്കിന്റെ ഇടപെടൽ. 5000 ദിർഹം മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഉടമയിൽ നിന്ന് മാസം 25 ദിർഹം മുതൽ സർവീസ് ചാർജ് ഈടാക്കാനായിരുന്നു യുഎയിലെ വാണിജ്യ ബാങ്കുകളുടെ തീരുമാനം. പ്രതിമാസം പരമാവധി 106 ദിർഹം വരെ ഈടാക്കുന്ന വിധത്തിലാണ് നിരക്ക് നിശ്ചയിച്ചിരുന്നത്. ജൂൺ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിരുന്നു. സർവീസ് ചാർജ് ഒഴിവാക്കണമെങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുകയോ ക്രെഡിറ്റ് കാർഡോ ബാങ്ക് വായ്പയോ എടുക്കുകയോ ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ തീരുമാനം നടപ്പാക്കരുതെന്നാണ് യുഎഇ സെൻട്രൽ ബാങ്കിന്റെ കർശന നിർദ്ദേശം. മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു തീരുമാനം. ക്രെഡിറ്റ് കാർഡ് ലഭിക്കണമെങ്കിൽ മാസം 5000 ദിർഹം ശമ്പളം വേണം. ഭൂരിഭാഗം പ്രവാസികൾക്കും ഇതുണ്ടാകില്ല. സെൻട്രൽ ബാങ്കിന്റെ ഇടപെടൽ സാധാരണക്കാരായ പ്രവാസികൾക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക.